ഹൗ ടു സ്റ്റേ സ്ട്രോങ് ഇൻ എനി സിറ്റുവേഷൻ. ആരെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നുണ്ടോ? എങ്കിൽ ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഉയർച്ചയെ സ്വപ്നം കാണും. ഒറ്റപ്പെടുത്തുന്നവർ എപ്പോഴും ഒറ്റപ്പെടുത്തും അല്ലേ? അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ എന്താ ചെയ്യണ്ടേ എന്നറിയാണ്ട് സ്റ്റക്കായി പോണ സിറ്റുവേഷൻ ഉണ്ടോ? അപ്പോഴും നിങ്ങൾ ഈ വീഡിയോ എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് കണ്ടോളൂ കേട്ടോ. എപ്പോഴും നല്ലത് മാത്രം അട്രാക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഹൗ ടു അട്രാക്ട് ഓൺലി ഗുഡ് തിങ്സ്. ഞാൻ ആ നല്ലത് മാത്രം എന്നുള്ളത് കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഗുഡ്നെസ് അല്ലെങ്കിൽ ഓൺലി ഗുഡ് തിങ്സ്. നല്ലത് മാത്രം അട്രാക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഈ ചായന്ന് ഈ എന്താ പറയുക, ചായ വേർതിരിക്കുന്ന ഒരു സംഭവമല്ലേ, അതുപോലെ തന്നെ നല്ലത് മാത്രം അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാൻ പറ്റാത്ത എന്താ ഉള്ളത് അല്ലേ? ഹൗ ടു സ്റ്റേ പോസിറ്റീവ് ഓൾവേസ് ഈവൻ ഇഫ് യു ആർ സറൗണ്ടഡ് ബൈ നെഗറ്റീവ് പീപ്പിൾ. നമ്മുടെ ചുറ്റും നെഗറ്റീവായിട്ടുള്ള ആളുകളാണ്, പക്ഷെ നമ്മളെങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാം? അതൊരു ക്വസ്റ്റ്യനാണ്. എങ്ങനെ ഫോക്കസ്, എങ്ങനെ നമ്മുടെ ഫോക്കസ് മാറ്റാം, നമ്മളുടെ ഉയർച്ചയെ എങ്ങനെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരാം? ഇതിന് ഏറ്റവും വേണ്ടത് എന്താണെന്നറിയും? നമ്മളുടെ കോൺഷ്യസ്നെസ് ആണ്, നമ്മളുടെ ഇന്നർ വേൾഡിന്. പണ്ടത്തെ കാലത്ത് ആർക്കും ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ധാരാളം മോട്ടിവേഷൻ വീഡിയോസും നമുക്ക് ധാരാളം പുസ്തകങ്ങളും നമ്മളെ ഗൈഡ് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളും ഉണ്ട്. അപ്പോൾ തുറന്ന് കാണുക, തുറന്ന് സംസാരിക്കുക. എന്താണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ചുറ്റുമുള്ള ആളുകൾ നന്നായി പറയും, മോശമായി പറയും. നല്ലത് ചെയ്താലും ചിലപ്പോൾ മോശം പറയും. പക്ഷേ ഇതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാണ്ട് നമ്മൾ ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ സീഡൊക്കെ ഇരിക്കില്ല, അതുപോലെ സേഫ് ആൻഡ് സെക്യൂറായിട്ട് എങ്ങനെ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാം. പണ്ടൊന്നും ആളുകൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നിട്ടില്ല, എസ്പെഷ്യലി സ്ത്രീകൾക്ക്. കാരണം അവരെന്ത് കേട്ടാലും അവരിരുന്ന് കരയും. ചീത്ത കാര്യങ്ങൾ കേട്ടാലും അവരെ ഒറ്റപ്പെടുത്തിയാലും അവരെ എന്താ പറയുക പഴി പറഞ്ഞാലും ഒക്കെ കരയാൻ മാത്രം അറിയായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൗ ടു ഡീൽ വിത്ത് ദിസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓർ ഹൗ ടു ഡീൽ വിത്ത് ദ നെഗറ്റീവ് പീപ്പിൾ എന്നുള്ളത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരുന്നാൽ പോസിറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്യും എന്ന് പറയാറില്ലേ? അതൊരു കാര്യമാണ് കേട്ടോ. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ചുറ്റും നെഗറ്റിവിറ്റി ഇഷ്ടം പോലെ ഉണ്ടാവും, നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ടാവും. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് 100-ൽ 150 ആൾക്കാർ ചുറ്റും ഉണ്ടെങ്കിൽ അതിലൊരു 90 ആൾക്കാർ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യും. ഇതൊന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് പറയും. പക്ഷേ ശരിയാവും എന്നുള്ളത് മനസ്സിൻ്റെ ഉറപ്പുണ്ടെങ്കിൽ ആർക്കും നമ്മളെ താഴ്ത്തി കൊണ്ടുപോകാൻ പറ്റില്ല. ബിക്കോസ് ദ ഡിസിഷൻ യു ആർ മേക്കിംഗ്, ദ അതർ പേഴ്സൺ ആർ നോട്ട് മേക്കിംഗ്. അവരുടെ എനർജി നമ്മളെ ബാധിക്കാത്തിടത്തോളം കാലം നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ അവരുടെ അനുസരിച്ചല്ലല്ലോ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ആൻഡ് വി ഹാവ് ദ വിൽ പവർ ടു ഡൂ ദാറ്റ്. ഓക്കെ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുന്നത് കേട്ടോ, ഇത് വലിയ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. ആ സിമ്പിൾ എക്സാമ്പിളിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി 10 ആൾ 10 അഭിപ്രായം പറയും. നിനക്ക് നന്നായിട്ട് അതിൽ ഷൈൻ ചെയ്യാൻ പറ്റും എന്ന് പറയും. ഓ, നീ ചെയ്താൽ ശരിയാവോ എന്ന് പാർഷ്യലി നമ്മളോട് എഗ്രി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവളൊക്കെ ചെയ്താൽ ശരിയാവാൻ പോണ്ടോ എന്ന് പുച്ഛിച്ച് തള്ളുന്നവരുണ്ടാവും. അപ്പോൾ 3 ടൈപ്പ് ആൾക്കാരെ കിട്ടിയല്ലോ. ഇതിൽ ആരെയും കേൾക്കണ്ട, എനിക്കതിനുള്ള കഴിവുണ്ട്, എനിക്ക് എന്തെങ്കിലും ലോകത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ശക്തി എൻ്റെ ഉള്ളിലുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഒരു 10,000 പേര് കേൾക്കാൻ മുന്നിലുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ അവിടെ എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്? നമ്മുടെ വിൽ പവർ. നമ്മളൊരാൾ പറഞ്ഞത് കേട്ടോ? ഇല്ല. നമ്മൾ പണ്ടേ സിനിമയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, എൻ വഴി തനി വഴിന്ന്. അങ്ങനെയാണ് പലരും സക്സസ്ഫുൾ ആയിട്ടുള്ള റോഡിലേക്ക് എത്തിക്കണേ. എല്ലാവരും പറയുന്ന വഴികൾ, എല്ലാവരും പോകുന്ന വഴികൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെയൊന്നും ചിലപ്പോൾ നമുക്ക് സക്സസ് ആവാൻ പറ്റി എന്ന് വരില്ല. നമ്മൾ പലരും കളിയാക്കി എന്നിരിക്കാം, വർഷങ്ങളോളം കളിയാക്കലുകൾ സഹിച്ചിരിക്കും നമ്മൾ, അല്ലേ? പക്ഷേ എപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഉണർവുണ്ടാവുന്നത്? പണ്ടൊക്കെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് എന്താന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നുണ്ട്, അല്ലേ? നമുക്ക് മുന്നേ എത്രയോ പേര് എന്താണ് മോട്ടിവേഷൻ എന്ന് പോലും അറിയില്ല. ഇപ്പം നമുക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് അതിനുള്ള മാർഗങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു കൈ ഞൊടിയിൽ എത്തുന്ന മോട്ടിവേഷൻ ടോക്സുകളുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്സുകളുണ്ട്. So why we should listen all these people and all this stuff and keep in our mind? നമുക്ക് നല്ല ഇൻ്റലിജൻസ് ഉണ്ട്. സോ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു യൂസ് ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ. ഓക്കെ, നമ്മൾ ഈ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം മനുഷ്യരോട് സംസാരിച്ച് നമുക്ക് നെഗറ്റിവിറ്റി കിട്ടണമെന്ന് വെച്ചാൽ വൈ വി ഷുഡ് വേസ്റ്റ് അവർ ടൈം? ടൈം ഈസ് പ്രഷ്യസ്. നമ്മൾ കേട്ടിട്ടില്ലേ, സമയം ആർക്കും വേണ്ടിയും വെയിറ്റ് ചെയ്യില്ല. ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു 5 മിനിറ്റ് ഉപകാരപ്പെടുകയാണെങ്കിൽ
ഞാനീ പറയുന്ന 5 മിനിറ്റ് വളരെ പ്രഷ്യസ് ആണ് അല്ലേ? ഈ ഒരു 5 മിനിറ്റ് നിങ്ങൾക്കും പ്രഷ്യസ് ആണ്, എനിക്കും പ്രഷ്യസ് ആണ്. സോ വാട്ട് വി ആർ എക്സ്ചേഞ്ചിങ്, നമ്മുടെ സമയം, നമ്മുടെ എനർജി, നിങ്ങൾ എന്നെ ലിസൺ ചെയ്യേണ്ട ആ ഒരു എനർജി. സോ ഇതേ 5 മിനിറ്റ് ഒരു നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളുടെ വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. ഒബിയസ്ലി നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. നമ്മളെപ്പോഴും കുറ്റം പറയുന്ന ഒരാളെ ലിസൺ ചെയ്ത് നോക്കൂ. സോ വാട്ട് വിൽ ഡു, നമ്മൾ വിചാരിക്കും ഓ നമുക്ക് കഴിവില്ല, നമ്മളിങ്ങനെയാണ് ഒരു ചിന്തയിലായിരിക്കും നമ്മുടെ മൈൻഡ് പോകുന്നത് അല്ലേ? നമ്മൾ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് നേരെ എറിയുന്ന ഓരോ കല്ലുകളും സ്റ്റെപ്സ് ആക്കിയിട്ട് നമ്മൾ മുന്നിലേക്ക് നടക്കണം എന്നുള്ളത്. അത് കറക്റ്റാണ്. നമ്മളെ പലരും കല്ലെറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓരോ കല്ലുകളും സ്റ്റെപ്സ് ആക്കിയിട്ട്, അത് നമുക്ക് കയറാനുള്ള ചവിട്ടുപടികളാക്കിയിട്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ തല ഉയർത്തി നിന്ന് കാണിച്ചു കൊടുക്കണം. ഐ ആം ദസ്, ഞാനിങ്ങനെയാണ്, എൻ്റെ വിജയം ഇതാണ്, ഞാനിങ്ങനെയാണ്, നിങ്ങൾ ഉദ്ദേശിച്ച ഞാനല്ല, ഞാൻ ഉദ്ദേശിച്ച ഞാൻ. അങ്ങനെ എല്ലാവരുടെ മുമ്പിലും നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. സോ എപ്പോഴും നല്ലത് മാത്രം അട്രാക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നല്ലത് മാത്രം ഫോക്കസ് ചെയ്യണം. നമ്മുടെ പ്രോഗ്രസ്സിൽ, നമ്മുടെ ഉയർച്ചയിൽ, നമ്മുടെ അധ്വാനത്തിൽ ഫോക്കസ് ചെയ്യുക. ലെറ്റ് ദം ടോക്ക് എനിത്തിങ്. അവർ കല്ലെറിയട്ടെ, കല്ലെറിയുന്നവർ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? സോ വാട്ട് വി ഹാവ് ടു ഫോക്കസ് ഓൺ അവർ ഗോൾസ്. നമ്മുടെ ഗോൾസ് മാത്രം ഫോക്കസ് ചെയ്യുക. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ധാരാളം, ഗൈഡ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ നല്ല ആളുകളുണ്ട്. നല്ല ആളുകൾ ഞാൻ എസ്പെഷ്യലി പറയുന്നു, തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആളുകൾ മാത്രം തിരഞ്ഞെടുത്ത് അവരുടെ മോട്ടിവേഷൻ, അവരുടെ സ്പീച്ചുകൾ കേട്ട് നമ്മൾ സ്വയം മാറാൻ നോക്കുക എന്നല്ല, വി ഹാവ് ടു ചേഞ്ച് അവർ സെൽഫ്. എന്തിനാണ് നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ മാറ്റുന്നത് അല്ലേ? സോ എപ്പോഴും നല്ലത് മാത്രം അട്രാക്റ്റ് ചെയ്യാൻ, നല്ലത് മാത്രം ചിന്തിക്കൂ, നല്ലതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരൂ. സോ ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ യു ആർ ലിസ്ണിങ് ടു മീ. ഓക്കെ, എൻ്റെ മുമ്പിലിരുന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് എന്നെ കേൾക്കുന്നത്, നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴാവട്ടെ, നിങ്ങൾ നടക്കാൻ പോകുമ്പോഴാണോ എനിക്കറിയില്ല, നിങ്ങൾ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തിരുന്നാണ് എന്നെ കേൾക്കുന്നതെന്ന്, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഫോക്കസ് ഓൺ ഗുഡ് തിങ്സ് ആൻഡ് ഗുഡ് തിങ്സ് വിൽ കം ടു യു. Thank you for listening to me, Chita.